മലയാള അക്ഷരങ്ങളോടും. മമ്മി ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. ഇംഗ്ലീഷ് ടീച്ചർ. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. ഈ ക എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യ വ്യഞ്ജന കക്ക ഗംഗങ്ങ ചച്ച ചഞ്ചഞ്ഞ തട്ടടണ്ടെണ്ണ തത്തതന്തെന്ന പപ്പ. ഇത് ഓർക്കാനുള്ള ഒരു എളുപ്പവഴിയുണ്ട്. കജടതപ്പ കാണ് തുടങ്ങുന്നത്. കള്ളം പറയരുത്, കക്കരുത്. പിന്നെന്താണ് അതിന്റെ കൂടെ? ഒരുപാട് വാക്കുകൾ നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഇപ്പൊ നമുക്ക് വിടാം. സത്യമൊക്കെ നമുക്ക് ഇടാം. യഥാർത്ഥ ഒരു അധ്യാപികയുടെ മകനാണ് ഷൈൻ. അതുകൊണ്ടാണ് ഈ ഭാഷയോടും മലയാള അക്ഷരങ്ങളോടും. മമ്മി ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. ഇംഗ്ലീഷ് ടീച്ചർ. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. ജനിച്ചു വളർന്നൊരു കാലഘട്ടത്തിലെ ഇംഗ്ലീഷിൽ മക്കളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത്, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു. ഞാൻ തീരുമാനിച്ച കാര്യങ്ങളല്ലാട്ടതൊന്നും. അങ്ങനെ 9ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു. ഫൈനൽ പരീക്ഷയ്ക്ക് കഴിഞ്ഞപ്പോൾ അച്ഛൻ വിളിച്ചു, ഇനി ജയിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നെ. അപ്പോഴാണ് ഞാൻ മനസ്സിലായി, ഇതുവരെ ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല, ഫുൾ പാസ്സായിരുന്നു. അങ്ങനെ എന്നെ നാട്ടിൽ കൊണ്ടുപോകുന്നു. തൃശ്ശൂരെ പഠിച്ചിരുന്നു. മലയാളം മീഡിയത്തിൽ ചെന്ന് പഠിക്കാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞു, പെട്ടെന്ന് ഇപ്പോൾ 9ാം ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സിലേക്ക് എടുക്കാൻ പറ്റില്ല, എനിക്ക് മലയാളം അറിയണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, മലയാളം ഇപ്പോൾ നമുക്കറിയാമല്ലോ, മലയാളികളല്ലേ. അതല്ല, ഇതുവരെ സയൻസിൽ പഠിച്ചതും കണക്കിൽ പഠിച്ച ടേംസൊക്കെ മലയാളത്തിലേക്ക് ആവല്ലേ, അത് ഒക്കെ അതിലും ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു വർഷം കൂടി ഞാൻ 9ൽ പഠിക്കേണ്ട വന്നു. അപ്പോഴാണ് മനസ്സിലായി എനിക്ക് മലയാളം അറിയില്ല. ഫുൾ അക്ഷരത്തെറ്റ്.